ആ വേദന പിന്നീട് വാശിയായി, വൈരാഗ്യമായി, ഒരു തീഗോളമായി നമ്മുടെ തലയ്ക്ക് മേളിലങ്ങ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം എന്നും മഹത്വം എടുക്കുമാറാകട്ടെ. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മെമ്മറി, അല്ലേ? നമുക്ക് ഒരു കാര്യം ഓർമ്മയില്ലാത്ത സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ കാര്യങ്ങളും ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ മാതാപിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്, പഠിച്ചത് മറക്കാണ്ടിരിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പ്രാർത്ഥനകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ജീവിത യാത്രയെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നമ്മൾ മറക്കേണ്ട കാര്യങ്ങളുണ്ടെന്നേ. ചില നീരസങ്ങൾ മാതാപിതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്, ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്, അതുപോലെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്, ചിലപ്പോൾ ഒരു വഴി യാത്രയിൽ ചില വിഷയങ്ങൾ, ചിലപ്പം നമുക്ക് ഒരുപാട് നമ്മളെ വേദനിപ്പിച്ച പല വിഷയങ്ങളുണ്ട്. ഇത് ചിലതെല്ലാം നമ്മൾ മറന്നേ പറ്റൂ. ചിലതെന്നല്ല, അങ്ങനെ വേദനയുള്ള ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവരുത്. ഒരു പക്ഷേ അത് പിന്നീട് ആ വേദന പിന്നീട് വാശിയായി, വൈരാഗ്യമായി, ഒരു തീഗോളമായി നമ്മുടെ തലയ്ക്ക് മേളിലങ്ങ് നിൽക്കുന്നേ. ഈ വിഷയം പിന്നീട് ഒരു ജയിൽ അറകളിൽ പോലും കടന്നു ചെല്ലുന്ന അവസ്ഥകൾ പല പ്രഗത്ഭരായ ആളുകളുടെ ജീവിതത്തിലും ഇന്ന് സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള പല പ്രതികൂലങ്ങളും മറക്കേണ്ടത് ഒരു ദൈവകൃപയായി തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ പല കാര്യം കൊണ്ടും നമ്മൾ പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങളൊന്നും സെറ്റ് ആവണില്ല, ഒന്നും അങ്ങോട്ട് സക്സസ് ആവണില്ല. നീ ഒന്ന് ഓർത്ത് നോക്കുക, നിൻ്റെ ജീവിതത്തിലെ ചില മുറിവുകൾ നിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, ചില വാശികൾ, ചില വിഷയങ്ങളുടെ മേൽ നീ പലതും മറക്കാണ്ട് നിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളുണ്ട്. നീ അതൊന്ന് കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് നീ അതിനൊരു ക്ഷമ കൊടുത്തു നോക്ക്. കർത്താവ് തിരുവചനത്തിൽ തന്നെ പറയുന്നുണ്ടെന്ന്, യെശയ്യാ 43:18 പറയുന്നുണ്ട്, നീ അതിനെപ്പറ്റി ഓർക്ക് പോലും ചെയ്യരുത്, നീ വിട്ടുകള എന്ന് പറഞ്ഞ തിരുവചനഭാഗം ഉണ്ടെന്നേ. നീ നിൻ്റെ ജീവിതത്തിലെ അങ്ങനെ കിടക്കുന്ന ഏതെങ്കിലും വിഷയങ്ങൾ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ നീ അത് വിട്ടുകൊടുത്ത് ക്ഷമിച്ച് നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നിൻ്റെ ജീവിതം അനുഗ്രഹിക്കുന്നത്, ആത്മീയമായ മേഖലകൾ നീ അനുഗ്രഹിക്കുന്നത്, സാമ്പത്തികമായ മേഖല നീ അനുഗ്രഹിക്കുന്നത്, ആരോഗ്യപരമായ മേഖല നീ അനുഗ്രഹിക്കുന്നത് നീ നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ കാണും. ആമേൻ.